എന്റെ സഹോദരങ്ങളുടെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അള്ളാഹുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. ബാക്കി ഓരോന്നോരോന്ന് ബാക്കി 5 കൂട്ടുകാരെ ഞാൻ പറഞ്ഞുതരാം. 5ഒന്നും അല്ല, കുറെ ഉണ്ട്. അള്ളാഹും അള്ളാഹുന്റെ റസൂല് 2 കൂട്ടുകാരും തമ്മിൽ പിണങ്ങി. ആ പിണക്ക് എത്ര ദിവസം നീണ്ടു വന്നു? എത്ര ദിവസം നീണ്ടു? നിങ്ങൾ കൂട്ടുകാർ തമ്മിൽ പിണങ്ങി എത്ര ദിവസം നീണ്ടു പറയും? 3 ദിവസമേ പാടുള്ളൂ എന്നാണ് മുഅ്മിനീങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും നല്ല കൂട്ടുകാർ ഭാര്യയും ഭർത്താവുമാണല്ലോ. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി എത്ര ദിവസം ഉണ്ടായിരിക്കുക? ഒരു ദിവസം. 24 മണിക്കൂറിനുള്ളിൽ മിണ്ടിയിരിക്കണം. ഇല്ലെങ്കിൽ പ്രശ്നം വളരെ ഗുരുതരമാണ്. ഭാര്യയും ഭർത്താവും 2 സത്യവിശ്വാസികൾ തമ്മിൽ പിണങ്ങിയാൽ 3 ദിവസത്തിൽ കൂടുതൽ ഉണ്ടായിരിക്കാൻ പാടില്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയാൽ 1 ദിവസത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവും തമ്മിൽ പിണങ്ങി ആ പിണക്കം നീണ്ടുപോയി. അവസാനം അവര് മിണ്ടി. ആദ്യം ആരാ മിണ്ടിയത്? റസൂലുള്ള മിണ്ടി? അള്ള മിണ്ടിയോ? റസൂലുള്ള മിണ്ടി. തിരുത്തി. എന്താ കാര്യം? അള്ളാഹു ആണ് പിണങ്ങിയത്. പിണങ്ങാൻ കാരണമൊന്നുമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരു വിഭാഗം ആളുകൾ വന്നു. റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബിയെ, അസ്ഹാബുൽ കഹ്ഫ് എത്ര പേരാണ്? ഇന്നലെ ഞാൻ പറഞ്ഞ ഗുഹയിൽ പോയി ഒളിച്ചിരുന്ന ഗുഹാവാസികൾ എത്ര പേരാ? 7 പേരാണോ 9 പേരാണോ 11 പേരാണോ? അള്ളാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് നസ്രാണികൾ ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പറയാം, ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നു. റസൂലുള്ള എന്ത് പറഞ്ഞില്ല? ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. റസൂലുള്ളാഹിനോട് ചോദിച്ചു, അസ്ഹാബുൽ കഹ്ഫ് എത്ര പേരാ? റസൂലുള്ള പറഞ്ഞു, നാളെ പറയാം, ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചാൽ പറയാം എന്ന് കൂട്ടുകാരന്റെ പേര് പറയാൻ മറന്നുപോയി. അല്ലാഹ് പിണങ്ങി. ഖുർആൻ അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹു തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലേൽക്കുകയാണ്. അവര് തമ്മിലുള്ള കൂട്ടുബന്ധം അവസാനിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നാളെ പറയാമെന്ന് പറഞ്ഞപ്പോ ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നുപോയി. അള്ളാഹുവിന്റെ നാമം പറയാൻ മറന്നുപോയി. സഹോദരങ്ങളെ, ആ സംഭവം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അള്ളാഹുവിൽ നിന്ന് ദൂത് വരുന്നില്ല, ജിബ്രീൽ വരുന്നില്ല, ഖുർആനിന്റെ ആയത്തിറങ്ങുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലായി താൻ ഇൻഷാ അല്ലാഹ് പറയാത്ത പ്രത്യാഖ്യാതമാ. ദിവസം 1 കടന്നു, 2 കടന്നു, 3 കടന്നു. 3 ദിവസം കഴിഞ്ഞിട്ടും അള്ളാഹു മിണ്ടിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കും, ജിബ്രീൽ വരുന്നുണ്ടോ? ജിബ്രീൽ വരുന്നില്ല, ജിബ്രീൽ കടന്നു വരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹു തമ്മിലുള്ള ബന്ധമല്ലേ, ഒരിക്കലും അവസാനിക്കാത്ത ബന്ധമല്ലേ. എന്നും ജിബ്രീൽ കടന്നു വന്ന് ബന്ധം പുതുക്കിയതല്ലേ. 1 ആഴ്ച കടന്നു, 2 ആഴ്ച കടന്നു, അള്ളാഹുവിന്റെ പിണക്കം മാറിയിട്ടില്ല. നിങ്ങളതൊരു നല്ല രീതിയിൽ മനസ്സിലാക്കുമെന്ന് കരുതുകയാണ്. ആത്മാർത്ഥമായി സ്നേഹിച്ച 2 കൂട്ടുകാരുടെ ഇടയിൽ ബന്ധമങ്ങ് തകർന്നു പോയപ്പോ, സഹോദരങ്ങളെ, മാസം 1 കഴിഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിന് വഹി വരുന്നില്ല, ജിബ്രീൽ കടന്നു വരുന്നില്ല. അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും ഇടയിലുള്ള സ്നേഹത്തിന്റെ ദൂതനല്ലയോ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നില്ല. എന്നും രാവിലെയും വൈകുന്നേരവും പ്രവാചകൻ നോക്കുന്ന ആകാശത്ത് പ്രത്യക്ഷമാകുന്നവോ, കസൽസലത്തിൽ ജറസി മണിനാദം മുടങ്ങുന്നവോ, ജിബ്രീൽ കടന്നു വരുന്നവോ. നാട്ടിൽ മുഴുവനും പാട്ടായി അല്ലാഹു റസൂലുള്ളാഹിനെ കൈവിട്ട് കളഞ്ഞു. അബൂജഹലും മുനാഫിഖീങ്ങളും പറയാൻ തുടങ്ങി, മുഹമ്മദിന്റെ അല്ലാഹു മുഹമ്മദിനെ കൈവിട്ടിരിക്കുകയാണ്. 1 മാസമായിട്ട് വഹി വരുന്നില്ല, 1 മാസമായിട്ട് ജിബ്രീൽ വരുന്നില്ല. അല്ലാഹു കൈവിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് നൊന്തുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് കിടങ്ങിപ്പോയി. അല്ലാഹുവേ, 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 നീ എന്നോട് പിണങ്ങിയോ അല്ലാ? എന്നോടുള്ള ബന്ധം നീ മുറിച്ചു കളഞ്ഞോ അല്ലാ? എത്രയോ ദിവസങ്ങളായി സഹോദരങ്ങളെ, 1 ആഴ്ചയല്ല, 2 ആഴ്ചയല്ല, 1 മാസമല്ല, 40 ദിവസം അല്ലാഹുവിന്റെ റസൂലും അല്ലാഹു തമ്മിൽ ബന്ധമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. അല്ലാഹും അല്ലാഹുവിന്റെ പ്രവാചകനും തമ്മിലുള്ള മാനസിക ബന്ധത്തെ കുറിച്ച് പറഞ്ഞ 21ാം നൂറ്റാണ്ടിൽ എന്റെ ചെറുപ്പക്കാർക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. അന്തരിച്ചു പോയ മൈക്കിൾ ജാക്സന്റെ വൃത്തികെട്ട മുഖവും ടീഷർട്ടിന്റെ
റസൂലിനെ മുമ്പിൽ പതിച്ചു വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ആരാധനാ മുത്തുകളെ കൂട്ടുകാരാക്കി മാറ്റുന്ന ബോളിവുഡിന്റെയും ഹോളിവുഡിന്റെയും സിനിമാ താരങ്ങളുടെ സാക്ഷാൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അടക്കമുള്ള ഫോട്ടോകൾ കടപ്പറയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. കാവ്യാമാധവനെയും നവ്യ നായരും മീരാദാസിനും ഒക്കെ കടപ്പറയിൽ റോൾ മോഡലാകുന്ന അവരെ പോലെയാകാൻ വസ്ത്രധാരണം മാറ്റിക്കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് അല്ലാഹുവും അവന്റെ പ്രവാചകനും തമ്മിലുള്ള മാനസിക ബന്ധത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. 40 ദിവസം പൂർത്തിയായി അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണിലൂടെ കണ്ണുനീരൊലിക്കാൻ തുടങ്ങി. അല്ലാഹുവേ 40 ദിവസം കഴിഞ്ഞിട്ട് ജിബ്രീൽ വരുന്നില്ലല്ലോ, വഹി വരുന്നില്ലല്ലോ. അല്ലാഹുവേ നീ എന്നെ കൈവിട്ടോ അല്ലാ. ഈ മക്കാ മരുഭൂമിയിൽ ആയിരക്കണക്കിന് എതിരാളികൾ എന്റെ രക്തം കുടിക്കാൻ നിൽക്കുമ്പോ, എന്റെ തല കൊയ്യാൻ നിൽക്കുമ്പോ നീയും എന്നെ കൈവിട്ടോ അല്ലാ. അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. 40 ദിവസം പൂർത്തിയായി. അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞപ്പോ തന്റെ കൂട്ടുകാരന്റെ കവിൾത്തടങ്ങളുടെ ഓരങ്ങളിൽ എവിടെയോ കണ്ണുനീർത്തുള്ളി അടന്നു വീണപ്പോ അള്ളാഹ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതാ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. 40 ദിവസമായിട്ട് വരാത്ത മാലാഖ വരുന്നു. ഓ നബിയേ, കരയണ്ട നബിയേ. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. വല്ലുഹാ വല്ലുഹാ, മധ്യാഹ്ന സമയത്ത് തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, ഇരുൾമുട്ടിയ രാത്രിയെ തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. മാ വദ്ദഅക റബ്ബുക, അങ്ങയുടെ അല്ലാഹു അങ്ങയോട് പിണങ്ങിയിട്ടില്ല നബിയേ. വമാ ഖലാ, അങ്ങേ ഞാൻ കൈവിട്ടില്ല നബിയേ. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആരാ പറയുന്നത്? ആകാശത്തിന്റെ തമ്പുരാൻ, ചന്ദ്രന്റെ തമ്പുരാൻ, സൂര്യന്റെ തമ്പുരാൻ, ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തെ മുഴുവനെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോറ്റുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യ ജന്മത്തോട് പറയുകയാണ്, മാ വദ്ദഅക റബ്ബുക, അങ്ങയുടെ അല്ലാഹു അങ്ങയോട് പിണങ്ങിയിട്ടില്ല നബിയേ. വമാ ഖലാ, അങ്ങയെ കൈവിട്ടിട്ടില്ല നബിയേ. നാളെ നമ്മുടെ കണ്ണുനീര് വരുമ്പോ അല്ലാഹു പറയണം, എടാ നിന്നെ ഞാൻ കൈവിട്ടിട്ടില്ലടാ, നിന്നോട് ഞാൻ പിണങ്ങിയിട്ടില്ലടാ. അല്ലാഹു നമ്മളോട് പിണങ്ങാതിരിക്കട്ടെ, അല്ലാഹു നമ്മെ കൈവിടാതിരിക്കട്ടെ. അല്ലാഹു എങ്ങാനും നമ്മളെ കൈവിട്ടു പോയാ, ഓ ചെറുപ്പക്കാരാ, അല്ലാഹു എങ്ങാനും നമ്മളോടൊന്ന് കൂട്ടുകെട്ടിയാ, അല്ലാഹു എങ്ങാനും ഒന്ന് പിണങ്ങി മാറി നിന്നാ പിന്നെ ഈ ലോകത്ത് ആര് നിന്റെ കൂടെ ഉണ്ടായിട്ട് കാര്യമെന്താ? ആരൊക്കെ നിന്റെ കൈ പിടിച്ചിട്ട് കാര്യമെന്താ? ആരൊക്കെ നിന്നെ സഹായിക്കാമെന്നിട്ട് കാര്യമെന്താ? ആര് നിന്നെ സഹായിക്കാമെന്നാലും ഇന്നറാദനി അല്ലാഹു ബിദുർരിൻ ഹുന്ന കാസിബാതു ദുർരിഹി അവറാദനി ബിറഹ്മത്തിൻ അൽഹുന്ന മുംസികാതു റഹ്മതി. അല്ലാഹു വിചാരിച്ചാലല്ലാതെ നിന്നെ ഒരാൾക്ക് സഹായിക്കാൻ കഴിയില്ല. അല്ലാഹു വിചാരിച്ചാലല്ലാതെ നിനക്കൊരു ആപത്ത് വരുത്താൻ മറ്റൊരാൾക്ക് കഴിയില്ല. അല്ലാഹു എങ്ങാനും കൈവിട്ടു പോയാൽ, അതുകൊണ്ട് ഇന്നത്തെ രാത്രി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുകയാ, അല്ലാഹു നമ്മളെ കൈവിടരുത്, അല്ലാഹു നമ്മളോട് കൂട്ടുവെട്ടരുത്, അല്ലാഹു നമ്മളോട് പിണങ്ങരുത്. അല്ലാഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടോ? എത്രയോ പ്രാവശ്യം നമ്മൾ ഓതുന്ന സൂറത്താണിത്. ഇതിന്റെ അർത്ഥം നമുക്ക് ഇതേവരെക്കറിയുമോ? അല്ലാഹു ചോദിക്കുന്ന, നബി അങ്ങ് എന്താ വിചാരിച്ചത്? ഞാൻ അങ്ങനെ കൈവിടുമോ നബിയേ? അലം യജിദ്ക യതീമൻ ഫആവാ, അങ്ങ് വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ യതീമായിട്ട് ജനിച്ചതല്ല നബിയേ. വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ മക്കാ മരുഭൂമിയിലൂടെ ആരും കൈപിടിക്കാനില്ലാതെ നടന്നപ്പോ ഫആവാ,
അങ്ങയുടെ കൈ പിടിച്ചത് ഞാനല്ല നബിയേ. ഇതാണ് അള്ളയുമായിട്ടുള്ള ബന്ധം, ഇതാണ് റബ്ബുമായിട്ടുള്ള ബന്ധം. അങ്ങയെ ഞാനല്ല നബിയേ. വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ഒരാൾ പോലും കൈപിടിക്കാനില്ലാത്തപ്പോ ഓ നബിയേ, ഞാനല്ലേ അങ്ങേക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തിനാ ഞാനങ്ങയോട് പിണങ്ങുന്നത്? എന്തിനാ ഞാനങ്ങയോട് കൈവിടുന്നത്? എന്തിനാ? അതുകൊണ്ട് സഹോദരങ്ങളെ, കൈപിടിക്കാൻ ആരുമില്ലാതെ നടക്കുമ്പോ ഓ സമയത്തെങ്ങാനും അല്ലാഹു നമ്മുടെ കൈപിടിച്ചാൽ അല്ലാഹു പ്രവാചകനുമായിട്ടുള്ള പിണക്കം തീർന്നു.